ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ സ്വിച്ച് കേസ് വരെയുള്ള പോർഷനാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തത് മുതൽ ഇതുവരെയുള്ള എല്ലാം ഒന്ന് ഷോർട്ടായിട്ടൊന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടോക്കണിനെ കുറിച്ചായിരുന്നു. ടോക്കൺ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എ പ്രോഗ്രാം, അതിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. അതിനകത്ത് ടോക്കണിനകത്ത് 5 പാർട്ട് പറഞ്ഞു. ആദ്യത്തെന്ന് പറഞ്ഞാൽ കീവേഡ്സ് ആണ്. കീവേഡ്സ് പറയുമ്പോൾ എന്താ പറഞ്ഞേ, പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള സി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, കീവേഡ്സ് പറയുന്നത്. അപ്പോൾ ഈ കീവേഡ്സ് എന്ന് പറയുമ്പോൾ പിന്നെ കീവേഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്നും നമ്മൾ വേറൊരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അത് ആ ഒരു പർട്ടിക്കുലർ യൂസിന് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ഡാറ്റ ടൈപ്സ് ഒക്കെ പറഞ്ഞു, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനകത്ത് ഇഫ്, എൽസ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സിൽ വരുന്ന ഇൻറ്റ്, പിന്നെ അങ്ങനെയുള്ള കുറേ കീവേഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊന്നും നമുക്ക് വേറെ ഒരു പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, കീവേഡ്സ് പറയുന്നത്. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയേഴ്സ് ആണ്. ഐഡൻറ്റിഫയേഴ്സ് പറയുമ്പം എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു വേരിയബിൾ നെയിം അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നെയിം, ഒരു ലേബൽ നെയിം, ഒരു അറേ നെയിം, ഒരു ഫംഗ്ഷൻ നെയിം, അതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഐഡൻറ്റിഫൈ, ഒരു മെമ്മറി പാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ പറയുന്നത്, ഐഡൻറ്റിഫയർ പറയുന്നത്. ഓക്കെ. അപ്പം ഐഡൻറ്റിഫയേഴ്സ് പറയുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിഫൈ നെയിം ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു രജിസ്റ്റർ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് പറയുമ്പം എന്താ പറയുന്നത്, അത് നമുക്ക് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റ്സിലായിരിക്കണം അല്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റിലായിരിക്കണം. പിന്നെ ഈ പറയുന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും അതിൽ വരാൻ പാടില്ല. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് അണ്ടർസ്കോർ ക്യാരക്ടർ മാത്രമാണ് സ്പെഷ്യൽ സിമ്പിളായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ഏത് വേണമെങ്കിലും ആവാം. നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതിൽ വരുന്ന ഒരു സ്പെഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത് അണ്ടർസ്കോർ ക്യാരക്ടർ മാത്രമാണ് ഐഡൻറ്റിഫയറിൽ നമ്മൾ സ്പെഷ്യൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സിമ്പിൾസ് ഒന്നും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് പറഞ്ഞപ്പം എന്താ പറഞ്ഞു, പിന്നെ ഏതൊക്കെ കോൺസ്റ്റൻസ് പറഞ്ഞു, ന്യൂമറിക് കോൺസ്റ്റൻസ്, നോൺ ന്യൂമറിക് കോൺസ്റ്റൻസ് അല്ലേ. അപ്പം ന്യൂമറിക് കോൺസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞു ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാ ഡെസിമൽ പറഞ്ഞു. അപ്പോൾ ഈ ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാ ഡെസിമൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ അല്ലാതെ തന്നെ പിന്നെ ഫണ്ടമെന്റൽസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ ഇതൊക്കെ, ഡെസിമലും ഒക്ടലും ഹെക്സാ ഡെസിമലും എല്ലാം നമ്മൾ ആ പാർട്ടിനകത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെസിമൽ മീൻസ് എന്താണ്, ഡെക്ക് എന്ന് പറയുന്നത് എന്താണ്, 10 നമ്പേഴ്സ് ആണ്. 10 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 to 9 നമ്പേഴ്സാണ് അവിടെ വരുന്നത്. പിന്നെ 0 to 9 അല്ലേ, ഇൻക്ലൂഡിങ് 0 വരുമ്പോൾ 10 നമ്പേഴ്സായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ നമ്പേഴ്സാണ്. പിന്നെ നമ്മൾ 10 എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, 10 ആണ് അല്ലേ. 10, 11, 12 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. കോമ്പിനേഷൻ നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാൽ ഒക്ടൽ നമ്പേഴ്സ് ഉണ്ട്. ഒക്ടൽ നമ്പേഴ്സ് പറയുമ്പം ഏതാ പറയുന്നത്, 8 നമ്പേഴ്സാണ് വരുന്നത് അവിടെ അല്ലേ. 8 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, 0 to 7 വരെയുള്ള നമ്പേഴ്സാണ് അവിടെ വരുന്നത്. പിന്നെ അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ 8, അതായത് 0 to 7 കഴിഞ്ഞാൽ 8 വരുമ്പോൾ എന്താ വരുന്നത്, 10 അല്ലേ, 10 വരും. അതാണ്. അപ്പം നമുക്ക് ഒക്ടലിലെ 10 എന്ന് പറയുമ്പോൾ ഡെസിമലിൽ അത് 8 ആണ്. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഒക്ടലിൽ 10 എന്ന് പറയുമ്പോൾ ഡെസിമലിൽ 8 ആണ്. അതുപോലെ ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഹെക്സാ ഡെസിമൽ അല്ലേ. അപ്പോൾ 16 നമ്പേഴ്സാണ് വരുന്നത്. 16 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 0 to 9ഉം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ A to F വരെയുള്ള ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് 10ന് കറസ്പോണ്ടിങ് ആണ്. മനസ്സിലായോ? 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് A ആണ്. A എന്ന് പറയുന്നത് 10ന് കറസ്പോണ്ടിങ് ആണ് വരുന്നത്. പിന്നെ ABC അങ്ങനെ F വരെ പോകും. F എന്ന് പറയുന്നത് ഏതാണ്, 15ന് കറസ്പോണ്ടിങ് ആണ്. അപ്പം 0 to 15 നമ്പേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. 0 to 15 എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സായി, 16 നമ്പേഴ്സായി. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. കോമൺ ആയിട്ട് കുറേ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 1 to ഡെസിമൽ എന്ന് പറയുമ്പം, ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 2, 3 up to ഏത് വരെ വരും, 9 വരെ വരും. ഒക്ടൽ എന്ന് പറയുമ്പോൾ 0 വരും കേട്ടോ. ഇവിടെ 0, 1, 2, 3 ആണ്. ഇവിടെ 0, 1, 2, 3,
അപ് ടു ഏത് വരെ വരും? ഏത് വരെ വരുന്നത്? 7 വരെ വരും അല്ലേ? അതുപോലെ ഹെക്സാഡെസിമൽ പറയുമ്പോൾ ഏതാണ്? 0 to 1 2 3 അപ് ടു ഏത് വരെ വരും? 9 വരെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് A B C D E ആൻഡ് F അല്ലേ? ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നമ്പർ ഏത് നമ്പറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പറയുന്നത്? ഇപ്പോൾ എനിക്ക് നോർമൽ ഡെസിമൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ, ഞാനിപ്പോൾ 5 ഒന്ന് കൊടുത്താൽ ഇങ്ങനെ 5 ഒന്ന് കൊടുത്താൽ മതി. ഇത് ഡെസിമലാണ്, 5 ഡെസിമലാണ്, മനസ്സിലായോ? അതേസമയം ഒക്ടലാണെങ്കിലോ 0.5 കൊടുക്കണം. 0.5 കൊടുത്തു കഴിഞ്ഞാൽ ഏതാ ഇത് ഒക്ടൽ നമ്പറായി, മനസ്സിലായോ? 0യിൽ സ്റ്റാർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് ഒക്ടൽ നമ്പറായി. അതുപോലെ 0x സ്റ്റാർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി? ഹെക്സാഡെസിമലായി, മനസ്സിലായോ? അപ്പോൾ 0x സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലായിരിക്കും? എന്ത് നമ്പർ ആയിരിക്കും വരുന്നത്? ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കും വരുന്നത്, മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ 10 12 ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കും? 0xb എന്ന് കൊടുത്താൽ 11 ആയിരിക്കും നമ്പർ വരുന്നത്, മനസ്സിലായോ? ഹെക്സാഡെസിമലാണ്. അപ്പോൾ 0xb എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും? 10 കഴിഞ്ഞ് 11 ആയിരിക്കും എൻ്റെ നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റിൽ വരുന്നത്. പിന്നെ നോൺ ന്യൂമറിക് കോൺസ്റ്റൻ്റ് ഉണ്ട്. നോൺ ന്യൂമറിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റും വരും, അതുപോലെ സ്ട്രിംഗ് കോൺസ്റ്റൻസും വരും. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ ക്യാരക്ടർ അല്ലേ? ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ് വിത്തിന് സിംഗിൾ കോട്ട്സ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേസമയം സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പേരൊക്കെ എഴുതണം. ഇപ്പോൾ എൻ്റെ പേര് ശ്രീലതാന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതൊരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ് വരുന്നത് അല്ലേ? ഒരു സിംഗിൾ ക്യാരക്ടർ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്യും. ഓക്കെ, ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്യാം. അതുപോലെ പിന്നെ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്യാം. 1 or more ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിൽ പറയാം, മനസ്സിലായോ? അപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് ആയി, സിംഗിൾ കോട്ട്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടറായി, മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൽ വരുന്നത്. പിന്നെ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എസ്കേപ്പ് സീക്വൻസ് പറഞ്ഞു. എസ്കേപ്പ് സീക്വൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുമ്പോൾ അതിന് എന്ത് പറയാം? നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ / ക്യാരക്ടർ എന്നും പറയാം അല്ലേ? എസ്കേപ്പ് സീക്വൻസ് ഓർ നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടർ ഓർ / ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് സ്ലാഷ് ക്യാരക്ടേഴ്സും നമുക്ക് വരുന്നുണ്ട്. സ്ലാഷ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അല്ലേ? /n /t ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ കുറേ ക്യാരക്ടേഴ്സ് കൂടെ വരുന്നുണ്ട്. /a വരുന്നുണ്ട്, പിന്നെ /b വരുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഈ / എന്ന് പറയുന്ന ഒരു മീനിങ് ഫുൾ ക്യാരക്ടറാണ് അല്ലേ? ഈ / എന്ന് പറയുന്നത് മീനിങ് ഫുൾ ക്യാരക്ടറാണ്. ഇപ്പോൾ ഈ ക്യാരക്ടറിനെ എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രീ ഇങ്ങനെ ഞാൻ കൊടുക്കുവാണെങ്കിൽ അതിവിടെ എറർ കാണിക്കും. കാരണം വെച്ചാൽ ഈ / എന്ന് പറയുമ്പോൾ എസ്കേപ്പ് സീക്വൻസിൽ വരുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതെന്താ ചെയ്യുന്നത്? അതിൻ്റെ തൊട്ടടുത്തുള്ള ലെറ്റർ നോക്കും അല്ലേ? അപ്പോൾ ഈ ലെറ്റർ നോക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ക്യാരക്ടർ അല്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് /s എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് എടുക്കും. അപ്പോൾ /s എസ്കേപ്പ് സീക്വൻസിൽ ഇല്ല, അപ്പോൾ അത് എററായിട്ട് കാണിക്കും, മനസ്സിലായി? ഞാനിപ്പോൾ പ്രിൻ്റ് ഇങ്ങനെ പറയുമെന്ന് വയ്ക്കും, പ്രിൻ്റ് ഡബിൾ കോട്ട്സിനകത്ത് ശ്രീ എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണത്? എറർ കാണിക്കും, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രിന്റ് ചെയ്യണം, / ഇട്ടിട്ട് ശ്രീ എന്ന് പ്രിന്റ് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണം. പക്ഷേ ഇതിങ്ങനെ കൊടുക്കാൻ പറ്റൂല. കാരണം ഇത് / കണ്ടു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ക്യാരക്ടറിനെ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ക്യാരക്ടർ ചെക്ക് ചെയ്യുമ്പോൾ അത് എസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് എസ്കേപ്പ് സീക്വൻസിനകത്ത് അങ്ങനെ എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിന് ഒരു / കൊടുത്തിട്ട് ആ ക്യാരക്ടറും കൂടെ കൊടുക്കണം, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായി? ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, മനസ്സിലായോ? എനിക്കിപ്പോൾ ഒരു / ക്യാരക്ടർ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? 2 ഇട്ടിട്ട് എന്ത് പറയണം? ശ്രീ എന്ന് കൊടുക്കണം. അതുപോലെ എനിക്കിപ്പോൾ ഒരു കോഡ്സിനകത്ത്, ഒരു സിംഗിൾ കോഡ്സിനകത്ത് ഇങ്ങനെ ശ്രീ പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രിന്റ് ഓഫ് എങ്ങനെ എഴുതും? / ഇടുക, കോഡ്സ് ഇടുക, സിംഗിൾ കോഡ്സ് ഇടുക, എന്നിട്ട് ഞാൻ ശ്രീ എന്നും പൊഴുതി, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇട്ടു, കണ്ടോ? അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡബിൾ കോഡ്സിനകത്ത് വരണം കേട്ടോ. ഇത് ഡബിൾ കോഡ്സിനകത്ത് വേണം എഴുതാൻ. ഇത് എഴുതിയ പോലെ ഡബിൾ കോഡ്സിനകത്ത് എഴുതണം. അപ്പോൾ ഡബിൾ കോഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്
സ്ലാഷ് ക്യാരക്ടർ സിംഗിൾ കോഡ്സ് ശ്രീ എന്ന് എഴുതി. വീണ്ടും ഇതിൻ്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണ്ടേ, എൻഡിങ് വരണ്ടേ, അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു സ്ലാഷ് കോഡ്സ് കൊടുത്തു. എന്നിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ ക്ലോസിങ് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ഡബിൾ കോഡ്സ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ, നമുക്ക് സ്ട്രിങ്ങിന് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന പ്രിൻ്റ് സ്ട്രിങ്ങിന് കൊടുക്കുന്ന കോമൺ ആയിട്ട് കൊടുക്കുന്ന ഡബിൾ കോഡ്സ് ആണ്. പക്ഷേ ഇത് പ്രിന്റിങ് ക്യാരക്ടർ വരുമ്പോൾ ഇങ്ങനെ. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടെങ്കിലോ, ഇങ്ങനെ ഡബിൾ കോഡ്സിനകത്താണ് കൊടുക്കേണ്ടതെങ്കിലോ ഈ പ്രിന്റ് എഫ് എങ്ങനെ എഴുതും? ഈ പ്രിന്റ് എഫ് എഴുതുമ്പോൾ ഇങ്ങനെ പറയാം, ഡബിൾ കോഡ്സിനകത്ത് അല്ല, സ്ലാഷ് കഴിഞ്ഞിട്ട് ബാക്ക് സ്ലാഷ് കഴിഞ്ഞിട്ട് ഡബിൾ കോഡ്സ് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ക്ലോസിങ് ഓപ്പണിങ്ങും ക്ലോസിങ് അങ്ങനെ എടുക്കൂല. മനസ്സിലായോ? ഇത് എടുക്കുന്നത് എന്താണ്? ഈ സ്ലാഷ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. ബാക്ക് സ്ലാഷ് കോഡ്സ് എന്ന് പറയുന്നത്, ഡബിൾ കോഡ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ. ഇത് എസ്കേപ്പ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ശ്രീ പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ ഡബിൾ കോഡ്സ് പ്രിന്റ് ചെയ്യും. ഇത് കോമൺ ആയിട്ട് നമ്മൾ ഹോളായിട്ട് എന്തിൽ കൊടുത്തു? ഒരു ഡബിൾ കോഡ്സിനകത്ത് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ ഒക്കും. അപ്പോൾ ഇവിടെ രണ്ട് സ്ലാഷ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. സിംഗിൾ സ്ലാഷ് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഡബിൾ കോഡ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അതുപോലെ സിംഗിൾ കോഡ്സ് ആണെങ്കിൽ ഇതിന് പകരം എന്ത് കൊടുക്കാം? സിംഗിൾ കോഡ്സ് കൊടുക്കാം. ഓക്കെ അല്ലേ? അതാണ് എസ്കേപ്പ് സീക്വൻസ് പറയുന്നത്. അപ്പോൾ അത്രയാണ് കോൺസ്റ്റൻസിനകത്ത് വരുന്നത്. പിന്നെ കോൺസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. ഓപ്പറേറ്റേഴ്സ് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. പ്ലസ്, മൈനസ്, ആസ്ട്രിക്സ്, പിന്നെ മൾട്ടിപ്ലൈ, ഡിവിഷൻ, പിന്നെ ഒന്ന് പെർസെൻറ്റേജ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിമൈൻഡർ ഓപ്പറേറ്ററാണ്. അതിൻ്റെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഇപ്പം 10% 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിമൈൻഡറേ വരുള്ളൂ, 5 അല്ല വരുന്നത്. ഡിവൈഡ് ചെയ്തല്ല കിട്ടുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് എൻ്റെ റിമൈൻഡർ എടുക്കും, 0 ആയിരിക്കും വരുന്നത് റിസൾട്ട് അല്ലേ? 10% 2 എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ അടുത്തത് അരിത്തമാറ്റിക് ക്യാരക്ടർ പിന്നെ പറഞ്ഞത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറയുമ്പോൾ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന റിലേഷണൽ ഓപ്പറേറ്ററാണ്. റിലേഷണൽ ഓപ്പറേറ്റർ പറയുമ്പോൾ ഏതാണ്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു അല്ലേ? ഡബിൾ ഈക്വൽ ടു എന്തിനാണ്? കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? രണ്ട് വാല്യൂ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെ വരുന്നത് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറഞ്ഞു അല്ലേ? പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മൾട്ടിപ്ലൈ ഈക്വൽ ടു, ആസ്ട്രിക്സ് ഈക്വൽ ടു അല്ലേ? മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ ആസ്ട്രിക്സ് ഈക്വൽ ടു, പിന്നെ അതാണ് പെർസെൻറ്റേജ് ഈക്വൽ ടു. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിരുന്നതാണല്ലോ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഉണ്ട്. എക്ക് A ഈക്വൽ ടു 10ഉം B ഈക്വൽ ടു 20ഉം ആണെന്ന് വയ്ക്കും. അപ്പം ഇപ്പോൾ എനിക്ക് C എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് അങ്ങനെയല്ല, ഇപ്പോൾ എയുടെ വാല്യൂവിൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യണം അല്ലേ? ഇപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കൂടെ 10 അല്ലെങ്കിൽ 20 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എങ്ങനെ പറയും? A ഈക്വൽ ടു A + 20 എന്ന് പറയും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കേസിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? A + ഈക്വൽ ടു 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്താണ്? അപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ 10 ആണ് അല്ലേ? എയുടെ വാല്യൂ 10 ആണ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ഈ 20 കൂടെ ആഡ് ചെയ്ത് എയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ആയിട്ട് മാറും. മനസ്സിലായോ? ഇതുപോലെ തന്നെ പ്ലസ് ഈക്വൽ ടു പറയാം, മൈനസ് ഈക്വൽ ടു പറയാം, ആസ്ട്രിക്സ് ഈക്വൽ ടു, മൾട്ടിപ്ലൈ ഈക്വൽ ടു പറയാം, ഡിവിഷൻ ഈക്വൽ ടു പറയാം, പെർസെൻറ്റേജ് ഈക്വൽ ടു പറയാം. ഓക്കെ, എന്താ ആ റിസൾട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എന്താണോ അത് ചെയ്യാൻ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് അത് ചെയ്യും. മനസ്സിലായോ? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് പറഞ്ഞു. ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? യൂണറി ഓപ്പറേറ്റർ അല്ലേ? യൂണറി ഓപ്പറേറ്റർ പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പ്ലസ് പ്ലസും മൈനസ് മൈനസും ആണ് അല്ലേ? അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസ് പ്ലസ് ഉണ്ട്, മൈനസ് മൈനസ് ഉണ്ട്, പിന്നെ എന്താ വരുന്നത്? പ്ലസും മൈനസും ഉണ്ട് അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം, നോട്ട് ഓപ്പറേറ്ററും കൂടെ അതിനകത്ത് പറയാം. കാരണം ഇതിനകത്തും സിംഗിൾ ഓപ്പറൻ്റാണ് വരുന്നത് അല്ലേ? നോട്ട് എ അങ്ങനെയല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ അതും സിംഗിൾ ഓപ്പറൻ്റ് ആണ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, സൈസ് ഓഫ് ഓപ്പറേറ്റർ. സ്മോൾ ലെറ്റർ ആണ്, സൈസ് ഓഫ് അല്ലേ? സൈസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ്? ഈ പ്ലസും മൈനസും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്ലസും മൈനസ് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? സിംഗിൾ ഓപ്പറൻ്റ് ആണ്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഓപ്പറൻ്റ് ആണ് വരുന്നത്. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പറൻസ് വരും അല്ലേ? അപ്പം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിനെ നമുക്ക് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയാം. അതുകൊണ്ട് A + B അല്ലേ? രണ്ട് ഓപ്പറൻസ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഓപ്പറൻ്റാണ് വരുന്നത്.
അപ്പോൾ പ്ലസും മൈനസും ഇവിടെ സിംഗിൾ ഓപ്പറൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയും? പോസിറ്റീവ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷനാണ്. പിന്നെ പ്ലസ് പ്ലസും മൈനസും വരുമ്പോൾ എങ്ങനെ വരുന്നത്? പ്ലസ് പ്ലസ് ആൻഡ് മൈനസ് വരുമ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററായിട്ടും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററായിട്ടുമാണ്. ഇപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണെങ്കിൽ ഇത് കഴിയുമ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്തായി? 21 ആയി. എ മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എയുടെ വാല്യൂ എത്രയായി? 99. ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. മനസ്സിലായി? 99. ഓക്കെ. പിന്നെ നോട്ട് പറഞ്ഞാൽ എന്താണ്? നോട്ട് എ അല്ലെങ്കിൽ നോട്ട് ബി എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ മെമ്മറിയുടെ സൈസ് ഒക്കെ പറഞ്ഞല്ലേ? മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ ടൈപ്സ് ഇപ്പം നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഡാറ്റ ടൈപ്സ് പറഞ്ഞ സമയത്ത് ഓരോ മെമ്മറിയുടെയും സൈസ് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഓരോ മെമ്മറിയുടെ സൈസ് ഇൻറ്റിജർ ആണെങ്കിൽ 2 ബൈറ്റ് മെമ്മറി, ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ് മെമ്മറി അല്ലേ? ലോങ് ആണെങ്കിൽ 8 ബൈറ്റ് മെമ്മറി, അങ്ങനെ ഓരോന്നിനും സൈസ് പറഞ്ഞു. അപ്പോൾ അത് മെമ്മറിയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇൻറ്റിജർ ഏത് വാല്യൂ ആയാലും നമ്മൾ പറഞ്ഞു അല്ലേ? 0 to 32,000 സംതിങ് അതുവരെയുള്ള ഏത് നമ്പേഴ്സ് ആണെങ്കിലും എടുക്കുന്നത് എത്രയാണ്? 2 ബൈറ്റ് മെമ്മറിയാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ സൈസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 30,000 എന്ന് ഞാൻ കൊടുത്തു അല്ലേ? ബി ഇസ് ഈക്വൽ ടു 12 എന്നും കൊടുത്തു. ഇത് രണ്ടിനായാലും സൈസ് എത്രയാണ്? 2 ബൈറ്റ് ആണ്. എയുടെ സൈസ് ആയാലും 2 ബൈറ്റ് ആണ്, ബിയുടെ സൈസ് ആയാലും 2 ബൈറ്റ് ആണ്. അപ്പോൾ സൈസ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 കിട്ടും. അതുപോലെ സൈസ് ഓഫ് ബി കൊടുത്താലും 2 കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഡാറ്റ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെമ്മറിയുടെ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് യൂണറി ഓപ്പറേറ്റർ. പിന്നെ റിലേഷനിൽ പറഞ്ഞു. പിന്നെ വരുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട് അല്ലേ? ആൻഡ് പറയുമ്പോൾ എന്താണ്? ഡബിൾ ആംപർസെൻറ്റ് വരും. പിന്നെ ഓറ് പറയുമ്പോൾ ഡബിൾ പൈപ്പ് വരും. നോട്ട് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ നോട്ട് തന്നെയാണ് നമ്മൾ യൂണറി ഓപ്പറേറ്ററിലും പറഞ്ഞത് അല്ലേ? ഇത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അതായത് മോർ ദാൻ വൺ റിലേഷണൽ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. മോർ ദാൻ വൺ റിലേഷണൽ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി അങ്ങനെ കൊടുക്കുകയാണ് അല്ലേ? ഇപ്പോൾ 2 റിലേഷണൽ എക്സ്പ്രഷനായി. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ഒരു റിലേഷണൽ എക്സ്പ്രഷനായി. എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് അനദർ റിലേഷണൽ എക്സ്പ്രഷനായി അല്ലേ? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് കൊടുക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ വാല്യൂ ട്രൂ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാലോ ഓർ പറഞ്ഞാലോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വാല്യൂ ട്രൂ ആയിരിക്കും. നോട്ട് പറഞ്ഞാൽ നെഗേഷനാണ് അല്ലേ? നെഗേറ്റ് ചെയ്യാം. ട്രൂ ആണെങ്കിൽ ഫോൾസ് എന്ന് പറയും, ഫോൾസ് ആണെങ്കിൽ ട്രൂ എന്ന് പറയും അല്ലേ? അതിനെയാണ് നോട്ട് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ വരുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ഇത് കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് വരുന്നത് ട്രൂ വാല്യൂ, കോളൻ കഴിഞ്ഞ് വരുന്നത് ഫോൾസ് വാല്യൂ അല്ലേ? എ ഇസ് ഈക്വൽ ടു ഒരു വേരിയബിൾ പറയുന്നത് ഡി ഇസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ട്രൂ ആണ്. ഇതെന്ന് പറയുന്നത് കോളൻ കഴിഞ്ഞ് വരുന്നത് ട്രൂവും ഇത് കഴിഞ്ഞ് വരുന്നത് ഫോൾസും. ഓക്കെ. അപ്പോൾ ഇവിടെ ട്രൂ ഫോൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0യും ഇത് ഒരു നോൺ സീറോ വാല്യൂ. നോൺ സീറോ വാല്യൂ എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. 1ഓ 5ഓ 2ഓ ഏത് വേണമെങ്കിലും ആവാം. പക്ഷേ റിലേഷണൽ എക്സ്പ്രഷനിൽ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ഓർ 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ട്രൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1ഉം ഫോൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0യും ആണ്. ഓക്കെ. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ പറഞ്ഞു അല്ലേ? ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ബിറ്റ് വൈസ് ആൻഡ് ഓർ നോട്ട് അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് പറഞ്ഞത്. അല്ല സോറി, നോട്ടല്ല, ആൻഡ് ഓർ പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സാണ് പറയുന്നത് അല്ലേ? അതെന്ന് പറഞ്ഞാൽ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബിറ്റ് വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസിൽ നമുക്കത് വേണ്ട. പക്ഷേ നമ്മൾ കുറച്ച് ഹൈ ലെവലായിട്ടൊക്കെ അതായത് മെഷീൻ ലെവൽ പ്രോഗ്രാമിങ്ങിലോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാമിലോട്ട് കയറി അല്ലേ? പ്രോഗ്രാമിങ്ങിലോട്ട് കയറിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ എന്താണ്? ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞു അല്ലേ? ഇൻഡ് മെയിൻ
ഇൻറ്റ് മെയിൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇൻറ്റിജർ റിട്ടേൺ, ഈ മെയിൻ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അതങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അതിൻ്റെ കമ്പൈലർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻറ്റ് നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറയണം? ഇൻറ്റാണ് റിട്ടേൺ കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും എൻഡിലായിട്ട് ഒരു റിട്ടേൺ 0 കൊടുക്കണം എന്ന് പറഞ്ഞാൽ റിട്ടേൺ 0യോ റിട്ടേൺ 1ഓ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റിട്ടേൺ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടാ പോണേ അല്ലേ? ഈ 0 എങ്ങോട്ടാ പോണേ? നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിലോട്ടല്ല വരുന്നത് എന്തായാലും അല്ലേ? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിനാണ്. അപ്പോൾ ഈ മെയിനിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമുക്കിവിടെ വേറെ നമ്മൾ ഫംഗ്ഷൻസോ എല്ലാം കോൾ ചെയ്താലും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ വന്നിട്ട് റിട്ടേൺ 0 വരും അല്ലേ? എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിട്ടേൺ 0 നമുക്ക് എവിടെയും പിക്ക് ചെയ്യാനോ നമ്മൾ വേറെ പ്രോസസ്സ് ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ ഉപയോഗിക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ടാണ് ഈ റിട്ടേൺ 0 ചെല്ലുന്നത്. മനസ്സിലായോ? ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ടാണ് ഈ റിട്ടേൺ വാല്യൂ, അതായത് ഈ ഇൻറ്റിജർ വാല്യൂ ചെല്ലുന്നത്. മനസ്സിലായോ? നമ്മളിപ്പം പിന്നെ വിൻഡോസാണ് ചെയ്യുന്നത്. അപ്പം വിൻഡോസിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ടെർബോസി എന്ന് പറയുന്ന കമ്പൈലറാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതാണെങ്കിൽ ഡോസ് ബേസ് ചെയ്തിട്ടാണ് വിൻഡോസിൽ നിന്ന് ചെയ്യുന്നെങ്കിലും ഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പൈലറാണത്. മനസ്സിലായോ? അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന ഡോസിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഏതാണ് സൈറ്റ് ഉണ്ടല്ലേ? സൈറ്റ് കയറിയിട്ടാണ് എല്ലാ പ്രോഗ്രാമിങ്ങും എല്ലാ ലാംഗ്വേജും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ ഉപയോഗിക്കുന്നത് അതിലോട്ടാണ് അതിൻ്റെ റിട്ടേൺ വാല്യൂ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് printf ആൻഡ് scanf സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? printf പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരു printf സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു. printf എന്താണ്? ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞു അല്ലേ? ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് സ്ട്രിങ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം അല്ലേ? അതിൻ്റെ കൂടെ സ്ട്രിങ്ങും കൂടെ ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ പ്രിന്റഫിനകത്തുള്ള ഇത് യൂസേജ് ഏതാണ്? നമുക്കൊരു ഫോർമാറ്റ് സ്പെസിഫയറും പറയാം, അതിൻ്റെ കൂടെ നമുക്ക് സ്ട്രിങ് അല്ലാത്ത എന്തെങ്കിലും പ്രിന്റ് ചെയ്യേണ്ടതായ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ എനിക്കിവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണ്ടെങ്കിലോ സം ഈക്വൽ ടു അല്ലേ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ %d കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു സ്ട്രിങ് വാല്യൂ ആയി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞു. ഈ ഫോർമാറ്റ് സ്പെസിഫയർ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? %d ഉണ്ട്, %c ഉണ്ട്, %f ഉണ്ട് അല്ലേ? അങ്ങനെ കുറേ ഫോർമാറ്റ് സ്പെസിഫയർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പാണോ ആ ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ അല്ലേ? ഇവിടെ എങ്ങനെ പറയും? %d, ഒരു വേരിയബിൾ നെയിം അല്ലേ? അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് ഈ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണോ ആ ഫോർമാറ്റ് സ്പെസിഫയർ വേണം ഇവിടെ പറയാൻ. മനസ്സിലായോ? അതേസമയം scanf പറയുമ്പോൾ എങ്ങനെ പറയും? scanfനകത്ത് %d അല്ലേ? എത്ര ഡാറ്റാസ് നമുക്ക് റീഡ് ചെയ്യുന്നോ ആ ഡാറ്റാസ് പറയാം, കോമ ഇട്ടിട്ട് ആംപർസൻഡ് സിമ്പിൾ ഇട്ട് a,b അല്ലേ? ഇങ്ങനെ പറയണം. ഇതിനിടയ്ക്ക് സ്പേസോ ഫോർമാറ്റിങ്ങോ ഒന്നും കൊടുക്കാൻ പാടില്ല. സ്പേസ് കൊടുക്കാൻ പാടില്ല, /t-യോ /n-ഓ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. വേറെ കുറച്ച് എൻ്റെ നമ്പർ അങ്ങനെയുള്ള കുറച്ച് പിന്നെ എന്താണ് പ്രോംപ്റ്റിംഗ് മെസ്സേജോ അങ്ങനെ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്താണ്? ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കണം. അത് ഏതാണ്? ഇതിന് കറസ്പോണ്ടിങ് ഫോർമാറ്റ് സ്പെസിഫയർ. ഇത് ഏത് ഡാറ്റ ടൈപ്പാണോ അതിന് കറസ്പോണ്ടിങ് ഫോർമാറ്റ് സ്പെസിഫയർ വേണം ഇവിടെ പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് ഇൻറ്റിജർ ആണെങ്കിൽ എന്ത് കൊടുക്കുക? %d കൊടുക്കുക. അതേ സമയത്ത് ക്യാരക്ടർ ആണെങ്കിൽ %c പറയുക. മനസ്സിലാകുന്നുണ്ടോ? ഈ ആംപർസെൻഡ് എന്താണ് ഇവിടെ? ആംപർസെൻഡ് സിമ്പിൾ എന്താ മീൻ ചെയ്യുന്നത്? ആംപർസെൻഡ് സിമ്പിൾ എന്ന് പറയുമ്പോൾ അഡ്രസ് ഓപ്പറേറ്റർ ആണ്. മനസ്സിലായോ? അഡ്രസ്സ് പോയിന്റ് ചെയ്ത് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുവാണ് അല്ലേ? ഞാനിപ്പോൾ ഇൻറ്റ് a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയിലോട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ റീഡ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് പോയിന്റ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിന് 3 പാർട്ട് നമ്മൾക്ക് പറയാം അല്ലേ? എന്ന് പറയുന്ന ഒരു പിന്നെ വേരിയബിൾ നെയിം അല്ലേ? ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ 100 ആണെങ്കിൽ ഇതതിൻ്റെ വാല്യൂ. പിന്നെ എന്താ പറഞ്ഞു? ഇതിന് ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ സപ്പോസ് 2000-ലാണ് അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 2000-ഉം 2001-ഉം ഇതിനു വേണ്ടി യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് a എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ പിന്നെ 2 ബൈറ്റ് മെമ്മറി ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ 2000-ഉം 2001-ഉം ഈ മെമ്മറിക്ക് വേണ്ടി എടുക്കും.
ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പ്രിന്റ് എഫും സ്കാൻ എഫും വരുന്നത്. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ പറഞ്ഞു ഇഫ്, എൽസ് അല്ലേ, എൽസ് ഇഫ് ലാഡർ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഇഫ്, എൽസ്, എൽസ് ഇഫ് ലാഡർ, പിന്നെ സിമ്പിൾ ഇഫ് പറഞ്ഞു അല്ലേ. ഇഫ് മാത്രമായിട്ട് കൊടുക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് മാത്രം വേണമെങ്കിൽ പറയാം. കാരണം ഇഫ് എൽസിൽ എൽസ് എന്ന് പറയുന്നത് ഓപ്ഷണൽ പാർട്ടാണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. ഇപ്പം അത് ഒരു വാല്യൂ 0 ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ എൽസ് വേണ്ട. മനസ്സിലായേ? എൽസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഇപ്പോൾ സിമ്പിൾ ഇഫ് ഉണ്ട്. ഇഫിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ് ഇഫിനകത്ത് യൂസ് ചെയ്യുന്നത് അല്ലേ. റിലേഷണൽ എക്സ്പ്രഷൻ നമുക്കിവിടെ പറയാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്താണ്? പ്രിന്റ് എഫ് ഞാൻ കൊടുത്തു, പ്രിന്റ് എഫ് എ എന്ന് കൊടുത്തു. ഓക്കെ. അതുപോലെ എൽസ് എന്ത് പറഞ്ഞു? പ്രിന്റ് എഫ് ബി എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ കൊടുത്തു അല്ലേ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് ഗ്രേറ്റർ എങ്കിൽ എ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൽ ഇപ്പം ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ റിലേഷണൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ട്രൂ ആണെങ്കിൽ എന്ത് വരും? 1 വരും. ഫോൾസ് ആണെങ്കിൽ 0 വരും. അപ്പം ഞാനിവിടെ ഇഫ് 1 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ. അങ്ങനെ കൊടുക്കുന്ന ഒരു കണ്ടീഷൻസ് നമ്മൾ കുറേ പ്രോഗ്രാമൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മനസ്സിലായോ? ഇഫ് 1 കൊടുക്കുവാണെങ്കിൽ എന്താണ്? ഓൾവേസ് ട്രൂ ആയിരിക്കും. ഇനി പകരം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇഫ് 1 എന്ന് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇത് ഫോൾസ് കണ്ടീഷനിലോട്ട് വരുന്നില്ല, എപ്പോഴും ട്രൂ ആയിരിക്കും. അതേസമയം ഞാൻ ഇഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ കണ്ടീഷനിലോട്ട് വരുന്നില്ല, എപ്പോഴും ഫോൾസ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഇഫ്. അതുപോലെ എൽസ് ഇഫ് ലാഡർ പറഞ്ഞു. എൽസ് ഇഫ് ലാഡർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. അപ്പം മോർ ദാൻ 1 കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യാം. എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുമ്പോൾ അല്ലേ, ഇപ്പം 3 നമ്പേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കേണ്ട. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്? ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. എൽസ് ഏതാണ്? പ്രിന്റ് എഫ് സി എന്ന് പ്രിന്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അല്ലേ, ഇങ്ങനെ വരുമ്പോൾ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്തു? എ പ്രിന്റ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ ബി പ്രിന്റ് ചെയ്തു. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി പ്രിന്റ് ചെയ്യാൻ പറയാം. ഓക്കെ, സി പ്രിന്റ് ചെയ്യാൻ പറയാം. അപ്പം ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ ബ്ലോക്ക് വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് ചെക്കിങ്ങോ ഒന്നും വരുന്നില്ല. ഈ ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൽസിൻ്റെ താഴെ പോയിട്ട് താഴോട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. ഈ ഇഫിൽ ഓരോ ഇഫിൻ്റെ ഇതിനകത്തും സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്കിങ്ങനെ ഈ ബ്ലോക്ക് ഇടണം എന്നില്ല, ഓപ്ഷണലാണ്, ബ്ലോക്ക് ഓപ്ഷണലാണ്. മനസ്സിലായോ? അതേസമയത്ത് ഇവിടെ മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ എറർ വരും. മനസ്സിലായി? പ്രോഗ്രാമിൽ എറർ വരും. കാരണം എന്താണ്? ഈ ഇഫ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫിൻ്റെതായിട്ട് എടുക്കുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് ഇഫിൻ്റെതായിട്ട് എടുക്കില്ല, നോർമൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായി? ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു എൽസിഫ് വന്നു അല്ലേ. ഈ എൽസിഫിന് ഇഫില്ല അല്ലേ. ഇഫില്ലാന്ന് വരുമ്പോൾ എന്താ? എറർ കാണിക്കും അല്ലേ. എൽസിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ഇഫിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബ്ലോക്ക് ചെയ്യുക, മസ്റ്റായും ബ്ലോക്ക് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം ഈ മോർ ദാൻ ഇതിനകത്ത് ഇപ്പോൾ 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലോക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഈ ഇഫിൽ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ ഇഫിൻ്റെ അല്ലാതെ എടുക്കും. ഇഫിൻ്റെ അല്ലാതെ എടുത്തു കഴിഞ്ഞാലോ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എൽസിഫ് കണ്ടു. എൽസിഫ് കണ്ടപ്പോൾ ഈ എൽസിഫിന് ഇഫില്ല. കാരണം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എൽസിഫ് ലാഡർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇഫിലാണ് അല്ലേ. അപ്പോൾ ഈ എൽസിഫിന് ഇഫില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി? അത് എററായിട്ട് കാണിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുമ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ബ്ലോക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. മനസ്സിലായി? ബ്ലോക്ക് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതോ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൽസിൻ്റെ താഴെ വരും. പിന്നെ താഴോട്ട് ചെക്കിങ് വരുന്നില്ല. ഇതാണ് വർക്ക് ചെയ്തെങ്കിൽ പിന്നെ താഴെ പോയി ചെക്ക് ചെയ്യില്ല. അത് നേരെ എന്ത് ചെയ്യും? നേരെ ഇവിടെ നിന്ന് എൽസിൻ്റെ താഴെ വന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഓക്കെ, അതാണ് എൽസിഫ് ലാഡർ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഗോ ടു അല്ലേ. ഗോ ടു പറഞ്ഞാൽ എന്താണ്? ഗോ ടു പറഞ്ഞാൽ പിന്നെ ഒരു അൺകണ്ടീഷണൽ ജമ്പാണ് അല്ലേ. അൺകണ്ടീഷണൽ ജമ്പാണ്. നമുക്ക് ഒരു ലേബലായിട്ട് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും.
ഒരു ലേബൽ നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റും. ലേബൽ സെറ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലേബൽ കൊടുത്തു, ആ ലേബലിനകത്ത് ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണ്. ഇപ്പം ഞാൻ കൊടുക്കുകയാണ് ബിഗിൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുക്കൂ, സ്റ്റാർട്ട് എന്ന് കൊടുക്കും. ഓക്കെ, സ്റ്റാർട്ട് എന്ന് കൊടുത്ത് കോളൻ കൊടുക്കും. ഓക്കെ, സ്റ്റാർട്ട് കോളൻ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ ഇട്ടു. കണ്ടീഷൻ ഇട്ടിട്ട് ഇഫ് ഒരു വാല്യൂ ചെക്കിങ്ങോ എന്തെങ്കിലും എ ഈക്വൽ ടു 10 ആണെങ്കിൽ ഡബിൾ ഈക്വൽ ടു അല്ലേ 10 ആണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വരണം, ഗോ ടു സ്റ്റാർട്ട് അല്ലേ. എൽസ് എന്ത് പറയാം, ഗോ ടു അനദർ ലേബലിലോട്ട് പോവാം, ഗോ ടു എൻഡ് എന്നോ എന്താ നമുക്ക് നമ്മൾ ലേബൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻഡ് എന്ന് പറയുന്ന ഒരു ലേബൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാം അല്ലേ. അപ്പം ഇഫ് എ ഈക്വൽ ടു 10 അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 10 എന്നോ എ ലെസ് ദാൻ 10 എന്നോ എന്താണ് നമുക്ക് നമ്മുടെ യൂസേജ് എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ പറയാം. കണ്ടീഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഇതിനകത്ത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബലിലോട്ട് മൂവ് ചെയ്യാൻ പറയാം. മനസ്സിലായി? അപ്പോൾ ഈ ഗോ ടു എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ജമ്പാണ്. പക്ഷേ നമ്മൾ നോർമലായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ ഈ ലേബൽ ഗോ ടു യൂസ് ചെയ്തിട്ട് ചെയ്യില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ സ്വിച്ച് ആണ് അല്ലേ. സ്വിച്ച് കേസ് പറഞ്ഞു അല്ലേ. സ്വിച്ച് കേസ് എങ്ങനെ എഴുതി, സ്വിച്ച് വേരിയബിൾ നെയിം പറഞ്ഞു, ഇതിനകത്ത് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കേസ് 1 എക്സ്പ്രഷൻ, കേസ് 2 എക്സ്പ്രഷൻ അല്ലേ. അങ്ങനെ എത്ര കേസ് വേണമെങ്കിലും ഇവിടെ പറയാം. ഏറ്റവും ലാസ്റ്റിൽ എന്ത് പറയുന്നു, ഡിഫോൾട്ട് എന്ന് പറയുകയാണ് അല്ലേ. ഡിഫോൾട്ടിൽ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു, ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഈ വേരിയബിൾ ഈക്വൽ ടു ഈ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ടൈപ്പ് സെയിം ആയിരിക്കണം. ഈ വേരിയബിളിൻ്റെ ടൈപ്പ് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കുന്ന വാല്യൂ. ഞാനിപ്പോൾ ഇത് ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ ഈ കേസ് എങ്ങനെ എഴുതണം, കേസ് ഇപ്പോൾ എ അല്ലെങ്കിൽ ബി അങ്ങനെ ചെക്ക് ചെയ്യണം. സിംഗിൾ ക്യാരക്ടറായിട്ട് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സപ്പോസ് ഇപ്പോൾ കൊടുത്ത ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ നമ്പറായിട്ട് കൊടുക്കുക, അത് ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ നമ്പറായിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റും ക്യാരക്ടറും ലോങ്ങും മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. സ്വിച്ചിനകത്ത് ഫ്ലോട്ട് വാല്യൂ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടതായതായ പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതേ പ്രോഗ്രാം നമുക്ക് എൽസിഫ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, എൽസിഫ് ലാഡർ യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽസിഫ് ലാഡർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കേസ്, അതായത് ഒരു മെനു പ്രോഗ്രാമാണ്, മെനു സെലക്ഷനാണ്, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ സ്വിച്ച് കേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ എ വന്നാലും സ്മോൾ എ വന്നാലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, കേസ് എ ഇങ്ങനെ കൊടുക്കാം, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം. അതുപോലെ അടുത്ത കേസ് ബി, കേസ് ബി ആണെങ്കിൽ ഇങ്ങനെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറയാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, എല്ലാ കേസിലും ബ്രേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അതിവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാ കേസിലും ബ്രേക്ക് കൊടുക്കണം. ബ്രേക്കിൻ്റെ ആവശ്യം എന്താണ്, ഈ സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനാണ്. അപ്പോൾ ഇതിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേരിയബിൾ ഈക്വൽ ടു 1 ആണോ നോക്കി. സപ്പോസ് ഈ 1 ആണെന്നുണ്ടെങ്കിലും 1 ആണെന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു നോക്കൂ. അപ്പോൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പോയിട്ട് മാച്ചാണോ നോക്കും. അപ്പോൾ മാച്ച് അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു സംഭവം താഴെ കിടപ്പുണ്ട് അല്ലേ, ഡിഫോൾട്ട്. ഇതൊന്നും മാച്ച് അല്ലെങ്കിൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്ത വാല്യൂ 1 ആണ് അല്ലേ. അപ്പോൾ അത് നോക്കി, അത് വർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നു അല്ല, ഇവിടെ വരുമ്പോൾ ഏതാണ്, ഏത് വാല്യൂ വന്നാലും പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യും, ആ വാല്യൂവും പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇൻവാലിഡ് ആണ് ഞാൻ കൊടുത്തതെങ്കിൽ 1 പ്രിൻറ്റ് ചെയ്ത് 1 എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ ആ കാൽക്കുലേഷനും പ്രിൻറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് ഡിഫോൾട്ടിൽ വന്നിട്ട് ഇൻവാലിഡ് എന്നും കൂടെ പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് കേസിനകത്ത് പറഞ്ഞിരിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഡിഫോൾട്ട് ഓപ്ഷണലാണ്, ഡിഫോൾട്ട് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. പക്ഷേ താഴോട്ട് പോയി എല്ലാം ചെക്ക് ചെയ്യും, എല്ലാം കമ്പയർ ചെയ്ത് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് എല്ലാം കൂടെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അത് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. ഇതിന് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അതിൻ്റെ ചെറിയ നോട്ടായിട്ട് അതിനകത്ത് ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടെ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാം ഒരു ഷോർട്ട് നോട്ടാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ എല്ലാവർക്കും ഇത്രയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷൻ നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് ടൈം കാണാം.